അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനി ചേരുകയാണ്. അഡ്വക്കേറ്റ് TB മിനി, എനിക്കറിയാം താങ്കൾക്ക് ഒട്ടും തൃപ്തികരമായിട്ടില്ല ഈ വിധി എന്ന്. വിധി മൊത്തത്തിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുക. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ പർട്ടിക്കുലറായിട്ട്, ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഈ 6 പേർക്കും ലഭിച്ചിരിക്കുന്ന ശിക്ഷ കുറ്റത്തിന് തക്കതാണോ? അല്ല, അല്ലേ അല്ല. കാരണം നിങ്ങൾ ആ സൗമ്യ കേസിൽ സുപ്രീം കോടതിയുടെ വിധി ഒന്ന് എടുത്ത് വായിച്ചു. സൗമ്യ കേസിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള കുറ്റമാണല്ലോ. എന്തായാലും 376 പ്രൂവ് ചെയ്യപ്പെട്ടില്ലേ? ഇല്ലേ? ആ സൗമ്യ കേസിൽ ഡെത്ത് സംഭവിച്ചത് മർഡർ ആണോ, മർഡറിന്റെ കാര്യത്തിൽ ഇയാള് തന്നെയാണോ എന്ന് പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അത് ചെയ്തത്. എന്നിട്ട് ആ സൗമ്യ കേസിന്റെ വിധി എന്താ? അയാളുടെ മരണം വരെ ഒറ്റയ്ക്ക് ജീവപര്യന്തം, ജീവൻ പോകുന്നത് വരെയുള്ള ജീവപര്യന്തം, അല്ലേ? അറ്റ്ലീസ്റ്റ് ആ വിധിയെങ്കിലും പരിഗണിക്കണം. അതിജീവിതയുടെ ദുഃഖത്തിന്റെ കാര്യം പിന്നെ പറയരുത് നിങ്ങൾ. അതായത് പ്രതികൾക്ക് ഭാര്യ, കുട്ടി, ചെറുപ്പം, അതിജീവിത വിവാഹം പോലെ കഴിക്കാത്തൊരു പെൺകുട്ടീനെ അർദ്ധരാത്രി കൊണ്ടുപോയി പിച്ചിച്ചിന്തിയവർക്ക് എന്തൊക്കെ പരിഗണിക്കുന്നുണ്ട് കോടതി? അവരെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. മെയിൻ കോൺസ്പിറേറ്റർക്ക് വെറുതെയും വിട്ടു. അപ്പൊ ഇവരിങ്ങനെ അല്ലാതെ അത്ര കൂടുതൽ പറയാൻ പറ്റൂ? തീർച്ചയായിട്ടും